ഹായ്, ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എയർ പൊല്യൂഷനാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് എയർ പൊല്യൂട്ടൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എയർ പൊല്യൂട്ടൻസ് എന്തൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് എയർ പൊല്യൂട്ടൻസ് വരുന്നത്, അതിൻ്റെ ഡിഫറെൻറ്റ് സോഴ്സസ് ആൻഡ് ഈ ഒരു പൊല്യൂട്ടൻസിൽ ഹ്യൂമൻസിലും പ്ലാന്റ്സിലും ഉണ്ടാകുന്ന ഇമ്പാക്ട്സ്, പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എയർ പൊല്യൂഷൻ എന്താണെന്ന് ആദ്യം നോക്കാം. നമ്മൾ എയർ പൊല്യൂഷൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, എയർ പൊല്യൂഷൻ ഇസ് ദ റിലീസ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ ഓഫ് വേരിയസ് ഗ്യാസസ്, finely divided solid or finely dispersed liquid aerosols at rates that exceed the natural capacity of the environment to dissipate and dilute or absorb them. സോ എയർ പൊല്യൂഷൻ നമുക്കറിയാം, നമ്മുടെ ചുറ്റും എന്താണ്, അറ്റ്മോസ്ഫിയർ ആണുള്ളത്, അല്ലെങ്കിൽ ഒരു എയർ വേരിയസ് ഗ്യാസസ് അടങ്ങുന്ന അറ്റ്മോസ്ഫിയറാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അപ്പോൾ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ അറ്റ്മോസ്ഫിയറിലോട്ട് ഐദർ ഗ്യാസസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ സോളിഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഫൈൻലി സസ്പെൻഡഡ് ആയിട്ടുള്ള ലിക്വിഡ് പാർട്ടിക്കിൾസ്, അങ്ങനെ എയറിലോട്ട് റിലീസ് ചെയ്യപ്പെടുന്ന ഫൈൻലി സസ്പെൻഡഡ് ആയിട്ടുള്ള ലിക്വിഡ് പാർട്ടിക്കിൾസിനെയാണ് എയറോസോൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിലോട്ട് ഗ്യാസസ്, സോളിഡ് ഓർ ലിക്വിഡ് സബ്സ്റ്റൻസ് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. വെറുതെ റിലീസ് ചെയ്താൽ പോരാ, അവർ റിലീസ് ചെയ്യപ്പെടുന്ന റേറ്റ് നമ്മുടെ എൻവയോൺമെൻറ്റിന് ഈ പൊല്യൂട്ടൻസിന് ഡിസിപ്പേറ്റ് അല്ലെങ്കിൽ ഡൈല്യൂട്ടോ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന റേറ്റിനെയും കാട്ടി ഫാസ്റ്ററായിട്ടായിരിക്കണം റിലീസ് ചെയ്യപ്പെടുന്നത്. ആ കണ്ടീഷനെയാണ് നമ്മൾ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇങ്ങനെ റിലീസ് ചെയ്യപ്പെടുന്ന ഗേഷ്യസ് അല്ലെങ്കിൽ ലിക്വിഡ് അല്ലെങ്കിൽ സോളിഡ് സബ്സ്റ്റൻസ് കാരണം അൺഡിസൈറബിൾ ആയിട്ടുള്ള ഹെൽത്ത് അല്ലെങ്കിൽ എക്കണോമിക് അല്ലെങ്കിൽ എസ്തെറ്റിക് എഫക്ട്സ് ഉണ്ടാകുമ്പോൾ നമ്മളതിനെ എയർ പൊല്യൂഷൻ എന്ന് പറയും. അപ്പോൾ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലോട്ട് വേരിയസ് ഗ്യാസസ്, സോളിഡ്സ് ഓർ ലിക്വിഡ് എയറോസോൾസ് റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ആൻഡ് അവരുടെ റിലീസ് ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള അവരുടെ എൻവയോൺമെൻറ്റിന് ഈ സബ്സ്റ്റൻസൊക്കെ അബ്സോർബ് അല്ലെങ്കിൽ ഡൈല്യൂട്ട് അല്ലെങ്കിൽ ഡിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന റേറ്റിനെയും കാട്ടി ഫാസ്റ്ററായിട്ടായിരിക്കും റിലീസ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഇവർ ഈ അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്യുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് എന്തെങ്കിലും ഹെൽത്ത്, അൺഡിസൈറബിൾ ആയിട്ടുള്ള ഹെൽത്ത് അല്ലെങ്കിൽ എക്കണോമിക് ഓർ എസ്തെറ്റിക് എഫക്ട്സ് കോസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡാമേജ് കോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എയർ പൊല്യൂഷൻ എന്ന് പറയും. അത് നമ്മൾ WHO അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പുറത്ത് വിടുന്ന കണക്കനുസരിച്ചിട്ട് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഓരോ വർഷവും വേൾഡിൽ 7 മില്യൺ പീപ്പിളാണ് ഈ എയർ പൊല്യൂഷൻ കാരണം മരിച്ചു പോകുന്നത്. ആൻഡ് 10-9 ആളുകളും നമ്മുടെ WHO ഒരു എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഉണ്ട്. എത്ര ഒരു ഗുഡ് എയർ ആണെങ്കിൽ അതിൽ ഓരോ ഗ്യാസസിൻ്റെയും കോൺസെൻട്രേഷൻ എത്രയാണ്, അല്ലെങ്കിൽ പർട്ടിക്കുലേറ്റ് മാറ്ററിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്നൊക്കെ ഒരു ഡാറ്റയുണ്ട്. ആൻഡ് WHO കണക്കനുസരിച്ചിട്ട് 10-9 ആളുകളും WHO പറയുന്ന ഈ ലിമിറ്റ്സിനെയും കാട്ടി കൂടുതൽ ലെവൽ ഓഫ് പൊല്യൂട്ടൻസ് കണ്ടെയ്ൻ ചെയ്യുന്ന എയറാണ് ബ്രീത്ത് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലമാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് എന്ത് പൊല്യൂഷനായിട്ട്, എയർ, വാട്ടർ, സോയിൽ, ഏത് പൊല്യൂഷൻ എടുത്താലും ഏറ്റവും കൂടുതൽ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രിയിലുള്ള ആളുകളാണ്. ഏത് പൊല്യൂഷൻ ആയിക്കോട്ടെ അതിന് ഹയസ്റ്റ് എക്സ്പോഷ്യർ ഉള്ളത്. എയറോ വാട്ടറോ സോയിൽ പൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഏതൊരു എൻവയോൺമെൻറ്റ് പ്രോബ്ലവും ഏറ്റവും കൂടുതൽ
കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മിഡിൽ അല്ലെങ്കിൽ ലോ ഇൻകം കൺട്രീസിലുള്ള ആളുകളെയാണ്. അപ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. വേൾഡിൽ 7 മില്യൺ പീപ്പിളാണ് ഓരോ വർഷവും എയർ പൊല്യൂഷൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് മരിച്ചു പോകുന്നത്. ആൻഡ് എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ട്ഡോറിൽ മാത്രമല്ല കാണുന്നത്, ഇൻഡോർ പൊല്യൂഷനും ഇപ്പോൾ പ്രസൻ്റാണ്. അതായത് ഔട്ട്ഡോർ അല്ലെങ്കിൽ ഇൻഡോർ എയറിൽ ചില പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഗ്യാസസ് ഹാംഫുൾ ആയിട്ടുള്ള കോൺസെൻട്രേഷനെ റീച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇവരുടെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വൈഡ് റേഞ്ച് ഓഫ് ആഫ്റ്റർ എഫക്ട്സ് പ്രസൻ്റ് ആണ്. അത് എക്കണോമിക്കിനെ എഫക്റ്റ് ചെയ്യാം, ഹ്യൂമൻ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യാം, ആൻഡ് ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ റൈസ് പോലെയുള്ള പ്രോസസ്സ് വരെ എയർ പൊല്യൂഷനെ എഫക്റ്റ് ചെയ്യാം. ആൻഡ് ഗ്ലോബൽ വാർമിംഗ് പോലെയുള്ള പ്രോസസ്സ് വീണ്ടും തിരിഞ്ഞ് ഹ്യൂമൻ ലൈഫിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു വൈൽഡ് റേഞ്ച് ഓഫ് എഫക്ട്സ് ആണ്. ഡിഫറെൻറ്റ് ഫീൽഡ് എടുത്ത് ഡിസീസ് കോസ് ചെയ്യും, എക്കണോമിക് ആയിട്ടുള്ള എഫക്ട്സ് കോസ് ചെയ്യും. ഇത് കൂടാണ്ട് റൈസിങ് ടെമ്പറേച്ചർ വരെ കോസ് ചെയ്യാം. ഒരു പൊല്യൂഷൻ കോസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊല്യൂട്ടൻറ്റ്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കുറച്ച് എയർ പൊല്യൂട്ടൻസ് പറയുകയാണെങ്കിൽ ബേണിങ് കാരണം ഉണ്ടാകുന്ന സൂട്ട്, സ്മോക്ക് ഒക്കെ പൊല്യൂട്ടൻ്റാണ്. പിന്നെ മോൾഡ്, പ്ലാന്റ്സിൽ നിന്നുണ്ടാകുന്ന പോളൻ ഗ്രെയിൻ, പിന്നെ ഗ്യാസസ് ലൈക്ക് മീത്തേൻ, കാർബൺ ഡയോക്സൈഡൊക്കെ കോമൺ പൊല്യൂട്ടൻസിന് എക്സാമ്പിളാണ്. ഇനി നമുക്ക് നോക്കാം എയർ പൊല്യൂട്ടൻസ്. പൊല്യൂഷൻ കോസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് എയർ പൊല്യൂട്ടൻസ് എന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പേ നമുക്ക് ജനറൽ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ കമ്പോസിഷൻ ഉണ്ടെന്നുള്ളത് ആദ്യം നോക്കാം. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള എയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് 78% നൈട്രജനും 21% ഓക്സിജനുമാണ് മെയിൻ അല്ലെങ്കിൽ പ്രൈമറി കമ്പോണൻസ് എന്ന് പറയുന്നത്. 78% നൈട്രജൻ ആൻഡ് 21% ഓക്സിജനാണ് മെയിൻ കമ്പോണൻറ്റ്. ആൻഡ് ബാക്കി റിമൈനിങ് 1%ലാണ് ബാക്കിയുള്ള ഗ്യാസസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അതിൽ മോസ്റ്റ്ലി കാണുന്ന ഗ്യാസസ് ആർഗൺ, അതുകൂടാണ്ട് ട്രേസ് വളരെ കുറവ് ക്വാണ്ടിറ്റിയിൽ കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, ഹൈഡ്രജൻ, ഹീലിയം പോലെയുള്ള ഗ്യാസസും പ്രസൻ്റ് ആയിരിക്കും. ആൻഡ് ഇത് കൂടാണ്ട് നമ്മുടെ എയറിൽ വാട്ടർ വേപ്പറും പ്രസൻ്റ് ആണ്. വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എയറിൽ ഒരു നോർമൽ കമ്പോണൻ്റ് ആണ്, പക്ഷെ അതിൻ്റെ കോൺസെൻട്രേഷൻ വേരി ചെയ്തുകൊണ്ടിരിക്കും. നോർമലി ഒരു 0.01 to 4% വരെ വാട്ടർ വേപ്പർ കാണും. പിന്നെ ഹ്യൂമിഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ കൂടുതൽ വാട്ടർ വേപ്പർ പ്രസൻ്റ് ആയിരിക്കും. ആൻഡ് ഇതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു നോർമൽ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇത് കൂടാണ്ട് വല്ല കമ്പോണൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പൊല്യൂട്ടൻ എന്ന് വിളിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രസൻ്റ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ്, മീഥെയിനൊക്കെ ട്രേസ് എമൗണ്ടിലാണ് നാച്ചുറലി കാണപ്പെടുന്നത്. ഇപ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ നാച്ചുറലി കാണുന്ന കോൺസെൻട്രേഷനും കാട്ടി വളരെ ഹൈ കോൺസെൻട്രേഷനിൽ പ്രസൻ്റ് ആണെങ്കിൽ അവരും പൊല്യൂട്ടൻ്റായിട്ട് ആക്ട് ചെയ്യും. സോ എനി സബ്സ്റ്റൻസ് വിച്ച് കോസ് പൊല്യൂഷൻ ഇസ് കോൾഡ് ആസ് പൊല്യൂട്ടൻറ്റ്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എയർ പൊല്യൂട്ടൻസ് എന്നുള്ളത്. ആദ്യം നമ്മളൊരു ബ്രീഫായിട്ട് ഒരു 3-4 പൊല്യൂട്ടൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഒരു ബ്രീഫ് ആയിട്ട് നമ്മൾ പൊല്യൂട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ഒരു മേജർ എയർ പൊല്യൂട്ടൻ്റ് ആണ്. ആൻഡ് കാർബൺ മോണോക്സൈഡ് എന്ത് പ്രോസസ്സിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്? ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽസിൻ്റെ റിസൾട്ടായിട്ടാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ റോഡിൽ നമ്മുടെ വെഹിക്കിൾസിലൊക്കെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കമ്പസ്റ്റൻ്റെ റിസൾട്ടായിട്ടാണ് കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യുന്നത്. ആൻഡ് ഇവരുടെ ഹെൽത്ത് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസിൽ
ബ്ലഡ് ക്യാരിയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഹീമോഗ്ലോബിൻ്റെ റെഡ്യൂസ് ചെയ്യും. പിന്നെ വേറെ ഗ്യാസസ് ആയിട്ട് റിയാക്ട് ചെയ്ത് ഓസോൺ പ്രൊഡ്യൂസ് ചെയ്യാം. നമുക്കറിയാം ഓസോൺ ഒരു പ്രൊട്ടക്റ്റീവ് ബ്ലാങ്കറ്റായിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ആക്ട് ചെയ്യും UV റേസിനെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട്. പക്ഷേ ഇതേ ഓസോൺ തന്നെ എവിടെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പ്രസൻ്റ് ആയിട്ടുള്ളതിൻ്റെ ബേസിസിലനുസരിച്ചിരിക്കും ഇതിൻ്റെ ഗുണവും ദോഷവും. ഈ ഓസോൺ ലോവർ ലെയേഴ്സിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളതെങ്കിൽ, ട്രോപ്പോസ്ഫിയറിലൊക്കെയാണ് അറ്റ്മോസ്ഫിയറിൻ്റെ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതൊരു പൊല്യൂട്ടൻ്റായിട്ട് ആക്ട് ചെയ്യും. സ്ട്രാറ്റോസ്ഫിയറിലുള്ളപ്പോഴാണ് അത് ഓസോൺ ലെയറായിട്ട് ആക്ട് ചെയ്യുന്നത്. ലോവർ ലെയേഴ്സിൽ ഇതേ സാധനം തന്നെ ഓസോൺ പ്രസൻ്റായി വരുവാണെങ്കിൽ അതൊരു പൊല്യൂട്ടൻ്റായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ കാർബൺ മോണോക്സൈഡിൻ്റെ വേറൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഗ്യാസസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ലോവർ ലെവൽസിൽ ഓസോൺ ഫോർമേഷൻ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഒരു പൊല്യൂട്ടൻ്റാണ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫോസിൽ ഫ്യൂവൽസിൻ്റെ ബേണിംഗ് വഴി ആണ് മെയിനായിട്ട് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുന്നത്. ഇത് കൂടാണ്ട് ഹ്യൂമൻ ഹൗസ് ഹോൾഡ്സിലും ബേണിംഗ് കാരണം കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യും. ആൻഡ് ഇവരുടെ മെയിൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് കോസ് ചെയ്യും. വേറൊരു പൊല്യൂട്ടനാണ് നൈട്രജൻ ഓക്സൈഡ്. ആൻഡ് നൈട്രജൻ ഓക്സൈഡ്സും ഫ്യൂവലിൻ്റെ കമ്പസ്റ്റൻ വഴിയാണ് പ്രൈമർലി ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇവരുടെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഗ്ലോബൽ വാർമിങ്ങിന് കോസ് ചെയ്യിക്കും. സെക്കൻഡ് വൺ കാർബൺ മോണോക്സൈഡിനെ പോലെ തന്നെ ഗ്രൗണ്ട് ലെയർ ഓസോൺ ഫോമിംഗ് റിയാക്ഷനിൽ നൈട്രജൻ ഓക്സൈഡ് ഇൻവോൾവ്ഡ് ആണ്. അതുകൂടാണ്ട് ഗ്രൗണ്ട് ലെയേഴ്സിൽ സ്മോക്ക് ഫോർമേഷനിലും നൈട്രജൻ ഓക്സൈഡ് ഇൻവോൾവ്ഡ് ആണ്. അതായത് മൂടൽ മഞ്ഞ് പോലെ സ്മോഗ് ഫോർമേഷനിലും നൈട്രജൻ ഓക്സൈഡ് ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ നൈട്രജൻ ഓക്സൈഡ് ആസ് സച്ച് ഒരു പൊല്യൂഷൻ കോസിങ് ഏജൻ്റ് ആണ്. അങ്ങനെ ഡയറക്റ്റ്ലി അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്ത് പൊല്യൂഷൻ കോസ് ചെയ്യുന്നതിന് നമ്മൾ പ്രൈമറി പൊല്യൂട്ടൻ എന്ന് പറയും. ആൻഡ് പ്രൈമറി പൊല്യൂട്ടൻറ്റുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് പൊല്യൂഷൻ കോസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്ന അങ്ങനെ ഉണ്ടായി വരുന്ന പൊല്യൂട്ടൻസിനെ നമ്മൾ സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് പറയും. അപ്പോൾ കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്സ് ഒക്കെ പ്രൈമറി പൊല്യൂട്ടൻ്റ് ആണ്. അതായത് ആസ് സച്ച് ദേ കോസ് പൊല്യൂഷൻ. പിന്നെ അറ്റ്മോസ്ഫിയറിൽ ഒന്നിൽ കൂടുതൽ പ്രൈമറി പൊല്യൂട്ടൻസ് തമ്മിൽ റിയാക്ട് ചെയ്ത് വേറെ എന്തെങ്കിലും സബ്സ്റ്റൻസ് ഫോം ചെയ്ത് ആ സബ്സ്റ്റൻസ് പൊല്യൂഷൻ കോസ് ചെയ്താൽ അതിന് നമ്മൾ സെക്കൻഡറി പൊല്യൂട്ടൻ എന്ന് പറയും. ഇവിടെ പറഞ്ഞു കാർബൺ മോണോക്സൈഡും നൈട്രജൻ ഓക്സൈഡും ഒക്കെ ഓസോൺ ഫോർമേഷനിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഓസോൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെക്കൻഡറി പൊല്യൂട്ടൻ്റ് ആണ്. അവരെങ്ങനെയാണ് ഉണ്ടായി വരുന്നത്? പ്രൈമറി പൊല്യൂട്ടൻ്റ് എന്തെങ്കിലും റിയാക്ഷൻ വഴി അല്ലെങ്കിൽ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്ത് ഫോം ചെയ്യുന്നതാണ് സെക്കൻഡറി പൊല്യൂട്ടൻ എന്ന് പറയുന്നത്. ആൻഡ് അതിനൊരു എക്സാമ്പിളാണ് ഓസോൺ അല്ലെങ്കിൽ പെറോക്സി അസിറ്റൈൽ നൈട്രേറ്റ് പാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു പൊല്യൂട്ടനാണ് സൾഫർ ഡയോക്സൈഡ്. ആൻഡ് സൾഫർ ഡയോക്സൈഡ് മെയിനായിട്ട് ഉണ്ടായി വരുന്നത് ഫോസിൽ ഫ്യൂൽ ബേണിംഗ് വഴിയാണ്. ആൻഡ് ഇവരുടെ ആഫ്റ്റർ എഫക്റ്റ് ഒന്ന് സ്മോഗ് കോസ് ചെയ്യും. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ആസിഡ് റെയിനിൽ ഇൻവോൾവ് ആണ്. സൾഫറും അറ്റ്മോസ്ഫിയറിൽ പ്രസൻ്റ് ആയിട്ടുള്ള വാട്ടറും കൂടി റിയാക്ട് ചെയ്തിട്ട് സൾഫ്യൂരിക് ആസിഡ് ഫോം ചെയ്ത് അത് ആസിഡ് റെയിനായിട്ട് എർത്തിലോട്ട് വരാം. പിന്നെ ഹ്യൂമൻസിൽ ബ്രീത്തിങ് പ്രോബ്ലം, ആസ്മ, വീസിങ് ഒക്കെ കോസ് ചെയ്യും. നെക്സ്റ്റ് ഒരു പൊല്യൂട്ടൻ്റാണ് അമോണിയ. അമോണിയ മെയിനായിട്ട് ഉണ്ടായി വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അഗ്രികൾച്ചറൽ പ്രാക്ടീസസിന് വേണ്ടി യൂസ് ചെയ്യുന്ന മാനുവേഴ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സിൻ്റെ റിസൾട്ടായിട്ടാണ് അമോണിയ അറ്റ്മോസ്ഫിയറിലോട്ട് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ പൊല്യൂട്ടൻസുമായിട്ട് റിയാക്ട് ചെയ്ത് പാർട്ടിക്കുലേറ്റ് മാറ്റർ ഫോം ചെയ്യാം. നെക്സ്റ്റ് ഒരു പൊല്യൂട്ടൻ്റാണ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ VOC. ഇവരും നമ്മുടെ നാച്ചുറൽ വെജിറ്റേഷൻസിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്നതാണ് VOC. ഇത് കൂടാണ്ട് ഹ്യൂമൻസിൻ്റെ വെഹിക്കിൾസിൽ നിന്നും VOC യൂസ് ചെയ്യുന്നുണ്ട്. ഇവരും ഒരു സെക്കൻഡറി പൊല്യൂട്ടൻ്റെ ഫോർമേഷന്
റിസൾട്ട് ചെയ്യും. അതായത് ഓസോൺ ഫോർമേഷൻ അല്ലെങ്കിൽ സ്മോഗ് ഫോർമേഷനും VOC ഇൻവോൾവ് ആണ്. നെക്സ്റ്റ് ഒരു പൊല്യൂട്ടൻ്റാണ് ഓസോൺ. നമുക്കെല്ലാം അറിയാം ഓസോൺ ലെയർ എന്ന് പറയുന്നത് നമ്മുടെ എർത്തിന് ചുറ്റും ഒരു ഷീൽഡായിട്ട് ആക്ട് ചെയ്യും. നമ്മുടെ എർത്തിനെ UV റേഡിയേഷന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ലെയറാണ് ഓസോൺ എന്ന് പറയുന്നത്. ആൻഡ് ഈ ലെയർ സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണുന്നത്. ഇതേ ഓസോൺ നമ്മുടെ എർത്തിൻ്റെ ഗ്രൗണ്ട് ലെയർ ട്രോപ്പോസ്ഫിയറിൽ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതവിടെ റോള് ചേഞ്ച് ചെയ്യും, അതൊരു പൊല്യൂട്ടൻ്റായിട്ട് ആക്ട് ചെയ്യും. UV ലെയറിൽ ഓസോൺ ലെയറിൽ ഓസോൺ പ്രസൻ്റ് ആകുമ്പോൾ അത് എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന റോള് പ്ലേ ചെയ്യും. അതിൻ്റെ പൊസിഷൻ മാറി എർത്തിൻ്റെ ഗ്രൗണ്ട് സർഫസിലോട്ടാണ് ഈ അറ്റ്മോസ്ഫിയറിൽ ഈ ഓസോൺ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതൊരു പൊല്യൂട്ടൻ്റായിട്ട് ആക്ട് ചെയ്യും. അതായത് നൈട്രസ് ഓക്സൈഡ് അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് പോലെയുള്ള വേറെയുള്ള പൊല്യൂട്ടൻസ് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്തിട്ടാണ് ഓസോൺ ഫോം ചെയ്യുന്നത്. ആൻഡ് ഇത് ഹാംഫുള്ളായിട്ടുള്ള ഹെൽത്ത് എഫക്ട്സും സ്മോഗും കോസ് ചെയ്യും. വേറൊരു പൊല്യൂട്ടൻ്റാണ് പെർസിസ്റ്റൻ്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ്. ഇവർ മെയിൻലി അഗ്രികൾച്ചറിലും ഇൻഡസ്ട്രീസിൽ നിന്നാണ് അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്യപ്പെടുന്നത്. ഇവർ കുറേ നാൾ എൻവയോൺമെൻറ്റിൽ പെർസിസ്റ്റ് ചെയ്യും, കുറേ നാൾ ആസ് സച്ച് നിലനിൽക്കും. അതാണ് പെർസിസ്റ്റൻ്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഇവർ ഹെൽത്ത് എഫക്ട്സ് കോസ് ചെയ്യും, എൻവയോൺമെൻറ്റൽ എഫക്ട്സും കോസ് ചെയ്യും. നെക്സ്റ്റ് ഒരു ടൈപ്പ് പൊല്യൂട്ടൻ്റാണ് പെർട്ടിക്കുലേറ്റ് മാറ്റർ. പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ എയറിൽ കാണുന്ന സ്മോൾ സബ്സ്റ്റൻസ്, അതായത് സോളിഡ് പാർട്ടിക്കിൾസ് ആവാം അല്ലെങ്കിൽ ലിക്വിഡ് പാർട്ടിക്കിൾസും ആവാം. ഈ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ എയറിൽ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്ന സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് പാർട്ടിക്കിളിനെയാണ് നമ്മൾ പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഇവർ ഡയറക്റ്റ്ലി എമിറ്റ് ചെയ്യപ്പെടാം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ ഡിഫറെൻറ്റ് പൊല്യൂട്ടൻസ് റിയാക്ട് ചെയ്തും ഫോം ചെയ്യാം. അതിന് എക്സാമ്പിളാണ് സ്മോഗ് പോലെയുള്ളത്. ഇവർ ലങ് പ്രോബ്ലംസൊക്കെ കോസ് ചെയ്യും. നെക്സ്റ്റ് ഒരു പൊല്യൂട്ടൻ്റാണ് ഹെവി മെറ്റൽസ്. ആൻഡ് ഹെവി മെറ്റൽസ് അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്യപ്പെടുന്നത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് വഴി. മൈനിങ്ങിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരാം, ഇല്ലെങ്കിൽ ഫോസിൽ ഫ്യൂൽ ബേണിങ്ങിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരാം, ഇല്ലെങ്കിൽ നമ്മുടെ വെഹിക്കിൾസിൻ്റെ ഫ്യൂവൽ കമ്പഷൻ്റെ എഫക്ട്സ് ആയിട്ടും ഹെവി മെറ്റൽസ് റിലീസ് ചെയ്യപ്പെടാം. മെയിനായിട്ട് കാണുന്ന ഹെവി മെറ്റൽസ് എന്ന് പറഞ്ഞാൽ മെർക്കുറി, ലെഡൊക്കെയാണ്. ഇവർ ടോക്സിക് ആയിട്ടുള്ള എഫക്ട്സ് ഹ്യൂമൻ ഹെൽത്തിൽ കോസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു ബ്രീഫ് എന്താണ് എയർ പൊല്യൂഷൻ, എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് പൊല്യൂട്ടൻസ് എന്നുള്ളതിനുള്ള ഒരു ബ്രീഫ് ഔട്ട്ലൈനാണ്. ഇനി നമ്മൾ അടുത്ത സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എയർ പൊല്യൂട്ടൻസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യും. താങ്ക് യു.